മൂവി ഉണ്ടാകുന്നത് ഒരുപാട് ടാലൻസുകളുണ്ട്. അപ്പോൾ ഇന്ന് നമ്മളിപ്പോൾ ഉള്ളത് അച്യുത അവതാരം എന്ന മൂവിയിലെ കുറച്ച് ആ മൂവിയിലെ കാസ്റ്റുകളാണ്. വെൽക്കം. താങ്ക് യു സോ മച്ച്. ഹലോ. സോ നമ്മള് മൂവിനെ പറ്റി സംസാരിക്കുന്ന മുന്നേ നിങ്ങളൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ? എല്ലാരും പുതുമുഖങ്ങളാണ്. സോ നമുക്ക് എന്താ ഗ്രൂപ്പിൽ ഒരാളുള്ള ഒരു പെൺകുട്ടിയുള്ളൂ. സോ എന്റെ പേര് മാളവിക നന്ദൻ. ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ് വരുന്നത്. സോ ബാംഗ്ലൂരിൽ നിന്ന് ഞാൻ വരുന്നതുകൊണ്ട് ഞാൻ ഒരുപാട് കന്നഡ ഫിലിംസ്, മലയാളം ഫിലിംസ് നമ്മളൊക്കെ കണ്ടത് കൊണ്ട് എനിക്ക് ആക്ടിങ്ങിലോട്ട് കുറച്ച് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ഞാനൊരു ക്ലാസിക്കൽ ഡാൻസറും കൂടിയാണ്. സോ ഈ അച്യുതാവതാരം എൻ്റെ അടുത്ത് സ്ക്രിപ്റ്റ് കൊണ്ട് വന്ന സമയത്ത് അവരുടെ മെയിൻ എന്താ പറയുക ഒരു കണ്ടീഷൻ ആയിരുന്നു ഹീറോയിന് ക്ലാസിക്കൽ ഡാൻസും കൂടി അറിയണം. കാരണം ഇതിലൊരു വലിയൊരു എലമെന്റ് ആണ് ക്ലാസിക്കൽ ഡാൻസ് ആയിട്ട് നമ്മൾ കൊണ്ടുവരാൻ പോകുന്നത്. സോ അതിന്റെ ലക്കായത് കൊണ്ടായിരിക്കാം സോ കറക്റ്റ് ടൈമിലായിരുന്നു എൻ്റെ ഓഡിഷൻ ടൈം വന്നത്. സോ അങ്ങനെയാണ് ഞാൻ അച്യുത എന്നൊരു ക്യാരക്ടറിന് വേണ്ടി ഞാൻ കാസ്റ്റ് ആയത്. ആൻഡ് എന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാനൊരു കുറച്ച് 2-3 ഷോർട്ട് ഫിലിംസ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് സെപ്റ്റംബർ 13 എന്നുള്ളൊരു കന്നഡ ഫിലിം ആൻഡ് സ്വരം എന്നൊരു മലയാളം ഫിലിം, ഇതിലൊക്കെ ചെറിയ ചെറിയ റോളായിരുന്നു ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഇതാണ് എൻ്റെ ഡെബ്യൂ ഹീറോയിൻ ആയിട്ടുള്ള എൻ്റെ ഒരു ഫിലിം. സോ ഇതൊരു മലയാളം ഇൻഡസ്ട്രിയിൽ തന്നെ ഇത്രയും നല്ലൊരു സ്റ്റോറിയും കൊണ്ട് ഞങ്ങൾ വരുമ്പം എനിക്കത് വളരെ ഒരു എക്സൈറ്റ്മെന്റോടെയാണ് ഞാൻ ഇപ്പോൾ ഇരിക്കുന്നത്. സോ അച്യുത അവതാരം എന്ന് പറയുന്നത് അച്യുതയുടെ ഡിഫറെന്റ് എന്താ പറയുക ഷെയ്ഡ്സ് ഓഫ് ക്യാരക്ടർ ആണ്. സോ അവൾ എങ്ങനെയാണ് ഒരു സൈബർ ക്രൈം സിറ്റുവേഷൻ വരുന്ന സമയത്ത് അവൾ എങ്ങനെയാണ് അതിനെ നേരിടുന്നത്, ആ സമയത്ത് വാട്ട് ആർ ദ ട്രാൻസ്ഫോർമേഷൻ ഷി ഗോസ് ത്രൂ. സോ അതാണ് ഈ കഥയുടെ മെയിൻ ഒരു കോർ എന്ന് പറയുന്നത്. സോ ഇതിൽ നമ്മൾ ഫാമിലി എലിമെന്റ് കൊണ്ടുവരുന്നുണ്ട്, ഒരുപാട് റിലേഷൻഷിപ്സ് നമ്മൾ എന്താണ് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. സോ ഒരു ബ്രദർ സിസ്റ്റർ റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, ഒരു സൈബർ ഇഷ്യൂ ഒരാളുടെ ലൈഫിൽ വരുമ്പം അത് എഫക്ട് ചെയ്യുന്നത് ആ ഒരു ഇൻഡിവിജ്വൽ മാത്രമല്ല, സോ ഒരുപാട് ഫാമിലീസിനും കൂടിയാണ്. സോ നമ്മൾ ദിവസം ന്യൂസിൽ ഒരുപാട് കാണുന്നതാണ്, എത്രയോ ഫാമിലീസ് ഇതുകൊണ്ട് എഫക്ട് ആയിട്ടുണ്ട്. സ്കാംസ് കാരണം ദിവസം നമ്മൾ ന്യൂസിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈവൻ ഡയറക്ടറിന് പോലും ഒരു പേഴ്സണൽ ഒരു ഇൻസിഡന്റ് ആയിട്ടുണ്ടായിരുന്നു. സോ അതൊക്കെ ഒരു ഇൻസ്പയർ ചെയ്തിട്ടാണ് നമ്മൾ അച്യുതാവതാരം ഇവിടെ ഓഡിയൻസിന് വേണ്ടി കൊണ്ടുവരുന്നത്. സോ ഇതൊരു സൈബർ ക്രൈമിന് അഗേൻസ്റ്റ് ഉള്ള ഒരു അവയർനെസ് ആയിട്ടും കൂടിയാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. സോ ഇവിടെ എല്ലാവരും ന്യൂ ഫേസസ് ആണ്, എക്സെപ്റ്റ് ഫോർ മുൻഷി സർ, ദിലീപ് സർ ആയിക്കോട്ടെ, ആൻഡ് അവിനാഷ് സർ ആൻഡ് സീമാജി മാം. സോ ഇവരല്ലാണ്ട് ബാക്കി എല്ലാവരും നമ്മൾ ന്യൂ ഫേസസ് എന്തുകൊണ്ടാണ് വെച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ്ലി കണ്ടന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ഫിലിമാണ്. സോ ഇതിൽ ഒരു ക്യാരക്ടറിന് പോലും കൂടുതൽ ഇമ്പോർട്ടൻസ് അങ്ങനെ കൊടുത്തിട്ടില്ല. എല്ലാവർക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ്. ഓരോ ക്യാരക്ടറിനും അതിൻ്റെതായിട്ടുള്ള ഒരു ഇമ്പാക്ട് ആ സ്റ്റോറിയിലുണ്ട്. സോ അതും കൂടി കൊണ്ടാണ് ഇവര് എത്ര റിലേറ്റബിൾ ആക്കാൻ പറ്റുമോ അത്രയും റിലേറ്റബിൾ ആക്കണം ഓഡിയൻസിന് വേണ്ടി എന്നുള്ളൊരു ഇന്റൻഷൻ കൊണ്ടും കൂടിയാണ് എല്ലാവരും ന്യൂ ഫേസ് ആയിട്ട് ഇവര് ഈ ഫിലിമിൽ കൊണ്ടുവന്നിരിക്കുന്നത്.